ജെയിംസ് കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബ്രൊക്കോളി കൊണ്ടുള്ളൊരു സൂപ്പാണ്. ഇപ്പോൾ നല്ല മഴയും കർക്കിടക മാസമൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു സമയമാണിത്. സാധാരണ നമ്മൾ ആയുർവേദത്തിലുള്ള മരുന്ന് കഞ്ഞി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ സമയത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റിന് വേണ്ടി ഒരു ബ്രൊക്കോളി സൂപ്പാണ് തയ്യാറാക്കുന്നത്. ബ്രൊക്കോളി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ്. രോഗപ്രതിരോധ ശേഷി കൂടാനായിട്ട് ഇതിൽ വിറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതിലുള്ള നാരുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഉള്ളതിനാൽ കൊളസ്ട്രോൾ കുറയ്ക്കുകയും ഹൃദയത്തിൻ്റെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുകയും ചെയ്യും. നാരുകൾ ധാരാളം ഉള്ളതുകൊണ്ട് ദഹനത്തിനും ഈ ബ്രൊക്കോളി കഴിച്ചാൽ വളരെ നല്ലതാണ്. അതുപോലെ വിറ്റമിൻ കെ, കാൽസ്യം എന്നിവയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ബോണിൻ്റെ ഹെൽത്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ആകും. അല്ല, കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഈ ബ്രൊക്കോളി വളരെ നല്ലതാണ്. ബീറ്റാ കരോട്ടിൻ, വിറ്റമിൻ ബി, വിറ്റമിൻ ഇ ഒക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിന് കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ളതുകൊണ്ട് പ്രമേഹം നിയന്ത്രിക്കാനും ഇത് സഹായിക്കും. അതുപോലെ നമുക്ക് വെയിറ്റ് ലോസിനും നല്ലതാണ്. കുറഞ്ഞ കലോറിയും ഉയർന്ന നാരും അതാണ് ഈ ബ്രൊക്കോളി. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ബ്രൊക്കോളി. ബ്രൊക്കോളിയുടെ ജീവകങ്ങളൊന്നും അധികം നഷ്ടപ്പെടാതെ നമുക്കൊരു സൂപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് ബ്രൊക്കോളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതുപോലെ ഇങ്ങനെ ഓരോ പൂ ഇങ്ങനെ അടർത്തി എടുക്കാം. നമുക്കിതൊന്ന് ചെറിയ പീസ് കൂടി ആയിട്ട് കട്ട് ചെയ്യാം. അധികം ചെറുതാക്കുന്നില്ല, കുറച്ചൊന്ന് ചെറുതാക്കുകയും ചെയ്യാം. ഞാനിത് ആദ്യമേ ഒന്ന് ചെറുതായിട്ട് വാഷ് ചെയ്തായിരുന്നേ, എങ്കിലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്നുകൂടെ വാഷ് ചെയ്തെടുക്കണം. അപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സൂപ്പ് തയ്യാറാക്കാം. സൂപ്പ് തയ്യാറാക്കുമ്പോൾ ബട്ടർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ, 1.5 ടേബിൾ സ്പൂൺ ബട്ടർ കണക്കാക്കിയിട്ടാൽ മതി. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. വെളുത്തുള്ളി 5-6 അല്ലി നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വറക്കണമെങ്കിൽ അങ്ങനെ വറക്കാം. പക്ഷേ വെളുത്തുള്ളി മുഴുവനോടെ വറക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ വറക്കുമ്പോൾ ആദ്യമേ ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രമേ പിന്നീടുള്ള ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ചെറിയൊരു ബ്രൗൺ കളർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മീഡിയം സൈസുള്ളൊരു സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുകയോളം വഴറ്റിയെടുക്കാം. പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ഇതിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സമയത്ത് നന്നായിട്ട് പൊടിച്ച കുരുമുളക് ചേർക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ബ്രൊക്കോളി നമ്മൾ അധികം വേവിക്കത്തില്ല. അധികം വേവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ജീവകങ്ങളൊക്കെ നഷ്ടപ്പെടും. അധികം വേവിക്കേണ്ട, ഒന്ന് വെറുതെ സോട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ബ്രൊക്കോളി ഒന്ന് സോഫ്റ്റ് ആവുള്ളൂ നമുക്ക് വേവിച്ചെടുക്കാം. സോഫ്റ്റ് ആകാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് വെന്തെടുത്താൽ മതി. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സോഫ്റ്റ് ആയോ എന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. സോഫ്റ്റ് ആയില്ലെങ്കിൽ 1 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ സ്റ്റോക്ക് ഒന്ന് സെപ്പറേറ്റ് എടുക്കാം. ബ്രൊക്കോളി നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ചൂട് മാറിക്കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ ഈ സ്റ്റോക്കിൻ്റെ കുറച്ച് ഭാഗം കൂടെ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്റ്റോക്ക് ഒഴിച്ച് വേണമെങ്കിലും അരച്ചെടുക്കാം. ഞാനിതിപ്പോൾ കംപ്ലീറ്റ് ഒഴിക്കുന്നില്ല കേട്ടോ, കുറച്ചൊഴിച്ച് ഇതങ്ങ് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുകയാണ്. ചൂട് മാറിക്കഴിയുമ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്കിൽക്കൂട്ട് ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരച്ച ജാറ് നമുക്ക് കഴുകി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിലൊട്ടും കളയണ്ട, നമ്മളെന്തായാലും ഇതിൽ വെള്ളം ചേർക്കുന്നുണ്ട്. ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള തിക്നെസ് അനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ. ക്രീമായിട്ടാണ് ഇരിക്കേണ്ടതെങ്കിൽ അധികം വെള്ളം ചേർക്കണ്ട, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഞങ്ങൾക്കിവിടെ കുറച്ച് അയഞ്ഞിരിക്കുന്നതാണ് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കുറച്ചും കൂടി ഉപ്പ് ചേർക്കണം. ആദ്യമേ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർക്കണം. കോൺഫ്ലോറിന് പകരം നമുക്ക് ബ്രൊക്കോളി വേവിക്കുമ്പം തന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് വേവിച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തിക്കായിട്ട് വരും. ഉരുളക്കിഴങ്ങ് ചേർക്കുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം കോൺഫ്ലോറാണ്. ഞാൻ അതുകൊണ്ട് കോൺഫ്ലോറാണ് ചേർക്കുന്നത്. ഇനി കോൺഫ്ലോർ വീട്ടിലില്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് ചേർത്താലും മതി. നമ്മളിതെല്ലാം കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ ഇത് തിളച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് കൂടി ഇത് തിളപ്പിച്ചെടുക്കണം. ഇനി ഇത് ചേർക്കാനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പാലിൽ കലക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പാലിൽ കലക്കണമെന്നില്ല, വെള്ളം ചേർത്താലും മതി. പാലിൽ കലക്കി എടുക്കുകയാണെങ്കിൽ സൂപ്പിന് ടേസ്റ്റ് കൂടും. പിന്നെ ഇതിൻ്റെ പച്ച നിറത്തിന് കുറച്ചുകൂടെ ആ നിറം ലൈറ്റ് ആവുകയും ചെയ്യും. നല്ല ഗ്രീൻ കളറാണോ വേണ്ടെങ്കിൽ പാലിൽ ചേർക്കണ്ട കേട്ടോ. നമുക്ക് വെള്ളം ചേർത്ത് കോൺഫ്ലവർ കലക്കിയെടുത്ത് ഇതിലേക്ക് ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഇത് കുറച്ച് തിക്കാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തിക്കാവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിലും കോൺഫ്ലോർ ചേർക്കാം. അല്ല ഇത് ഇത്രയും തിക്കാവണ്ടാണ്, കുറച്ചുകൂടെ ലൈറ്റായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്താലും മതി. കോൺഫ്ലോർ ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഓഫാക്കാം. ഉപ്പ്, കുരുമുളക് ഇതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് വേണമെങ്കിൽ ഇനിയും ചേർക്കാം. നമ്മൾ കഴിക്കാൻ നേരത്ത് വേണമെങ്കിൽ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് കുറച്ചുകൂടി കുരുമുളക്, ഉപ്പൊക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാനുള്ള ബൗളിലേക്ക് മാറ്റാം. ചൂടോട് തന്നെ നമുക്കെല്ലാവർക്കും ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പ് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ഇത്രയും ക്രീമി ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി കുറച്ചുകൂടെ തിക്കാവണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കുറച്ചുകൂടി തിക്കാക്കി എടുക്കാം. ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ടേസ്റ്റും കൊണ്ടും കഴിക്കാൻ നല്ലതാണ്. വിറ്റമിൻസ് എല്ലാം ഉള്ളതാണ് ബ്രൊക്കോളി. പിള്ളേർക്കെല്ലാം നല്ലതാണ്, വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്